Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM അവസാനത്തെ എക്സാം ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. കാരണം നമ്പർ 1 ഇതിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. നമുക്ക് ബുക്ക് തുറന്നു വെച്ച് എക്സാം എഴുതാൻ സാധിക്കും. ദെൻ ഇതിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. ദെൻ എക്സാം എഴുതാൻ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഓപ്ഷൻ ഉണ്ട്. സോ ഇങ്ങനെ ഈ ഒരു എക്സാമിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പല കാര്യങ്ങളും അറിയില്ല. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്, ഇതാണ് നമ്മുടെ പേപ്പർ. യൂണിവേഴ്സിറ്റി കമ്പൽസറി കോഴ്സ് ഫോർ PG പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡി മെറ്റീരിയൽ എക്സാം മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് തുറന്നു വെച്ച് എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് നോക്കിയാൽ കാണാം, 2 ബ്ലോക്കുകളായിട്ടാണ് നിങ്ങളുടെ സിലബസ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ബേസിക്സ്, അണ്ടർസ്റ്റാൻഡിങ് റിസർച്ച്, ഫൗണ്ടേഷൻസ് ഓഫ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, റിസർച്ചിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ. ബ്ലോക്ക് നമ്പർ 2 റൈറ്റിംഗ് ഫോമാറ്റ്സ്, അതാണ് വരുന്നത്. അങ്ങനെ 2 ബ്ലോക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ സബ്ജക്ട് ഡീറ്റെയിൽസിലോട്ട് പോണേക്കാൾ മുമ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എക്സാമിലോട്ട് കിടക്കുന്നതിനേക്കാൾ മുമ്പ്, പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ. സോ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ബുക്ക് എക്സാം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓപ്പൺ ബുക്ക് എക്സാം ആണ് വരുന്നത്, നമ്പർ 1. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി സ്റ്റഡി മെറ്റീരിയൽ കൊണ്ടുപോയില്ല എന്ന് വിചാരിക്കുക ഈ എക്സാമിന് വേണ്ടിയിട്ട്. സോ അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ നിന്ന് ഈ ബുക്ക് മേടിച്ച് എഴുതാൻ സാധിക്കില്ല. ദെൻ അത് മാത്രമല്ല, നിങ്ങൾ കൊണ്ടുപോകുന്ന സ്റ്റഡി മെറ്റീരിയൽ വേറെ ഒന്നും എഴുതാൻ പാടുള്ളതല്ല. നിങ്ങൾ വരയ്ക്കാനോ പിടിക്കാനോ അതിൽ കണ്ണി കണ്ട് എഴുതാനോ ഒന്നും പാടില്ല. അങ്ങനെയുള്ള ബുക്കുകൾ അലൗഡ് അല്ല. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണോ കിട്ടിയിട്ടുള്ളത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. മറ്റൊരു കുട്ടിയുടെ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു എക്സാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ മലയാളത്തിലോ എക്സാം എഴുതാൻ സാധിക്കും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇംഗ്ലീഷിലാണ്, ബട്ട് ഇങ്ങനെ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു, ബട്ട് അവിടെ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്പർ 3 ഇതിൻ്റെ പാറ്റേണിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഇതുവരെ എക്സാം എഴുതിയത് MCOMൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് 70 മാർക്കിൻ്റെ. ആ ഒരു പാറ്റേൺ അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണ് പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം, അത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. പാറ്റേൺ ചേഞ്ച്. സോ ഇവിടെ പാർട്ട് എ എന്ന് പറയുമ്പോൾ അവിടെ 10 ചോദ്യങ്ങളാണ് വരുന്നത്. 10 ചോദ്യങ്ങളിൽ നിങ്ങൾ 5 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 4 മാർക്സ് ആണ് വരിക. അപ്പോൾ 4 × 5 20 മാർക്സ് ആണ് പാർട്ട് എയിൽ വരുന്നത്. ടോട്ടൽ എത്ര ചോദ്യങ്ങളാണ്? 10 ക്വസ്റ്റ്യൻസ്. ഒരു ചോദ്യത്തിന് 4 മാർക്സ്, 5 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ഓക്കെ, ഇതാണ് പാർട്ട് എ. ദെൻ പാർട്ട് ബി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് 7 ചോദ്യങ്ങളാണ് വരുന്നത്. 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 5 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 6 മാർക്കാണ്. 6 × 5 അങ്ങനെ 30 മാർക്സ് ആണ് പാർട്ട് ബി. 7 ചോദ്യങ്ങൾ, അതിൽ 5 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റിന് 6 മാർക്സ്. ഓക്കെ, ഇതാണ് പാർട്ട് ബി. അപ്പോൾ അതിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു പാർട്ട് സി.
പാർട്ട് സിയിലോട്ട് വരുന്ന സമയത്ത് 2 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് വരുന്ന മാർക്ക് 20 മാർക്കാണ്. സോ ഇങ്ങനെയാണ് ടോട്ടൽ 70 മാർക്സിൻ്റെ സ്പ്ലിറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഇവിടെ. എന്താണ്? അപ്പോൾ ഇതിനേക്കാൾ മുമ്പുള്ള പാറ്റേൺ, കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികളുടെ പാറ്റേൺ അതിനായിരിക്കുമല്ലോ ഇപ്രാവശ്യം. അപ്പോൾ അതിൽ പാർട്ട് എയിൽ നമുക്ക് 10 ചോദ്യങ്ങൾ വരുന്നു. അതിൽ നിങ്ങൾ 5 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 4 മാർക്ക്, 4 × 5 20. പാർട്ട് ബിയിൽ 7 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 6 മാർക്ക്, 5 എണ്ണത്തിന് ആൻസർ ചെയ്യണം, 30 മാർക്ക്. പാർട്ട് സിയിൽ 2 ചോദ്യങ്ങൾ വരുന്നു, ഒരു ചോദ്യത്തിന് 20 മാർക്ക്, അങ്ങനെ 20. ഇങ്ങനെയാണ് 70 മാർക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു ചേഞ്ച്. ഇനി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അടുത്ത പോയിന്റിൽ ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക? ഇതുവരെ കഴിഞ്ഞ എക്സാമിലൊക്കെ നമുക്ക് ഡിറക്റ്റ് ചോദ്യങ്ങളാണ് വരിക. ബട്ട് ഇവിടെ നമുക്ക് ഡിറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടാകില്ല. എല്ലാതും ഇൻഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. ഇൻഡയറക്റ്റ് ചോദ്യങ്ങളാണ് വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡിറക്റ്റ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെമോഗ്രാഫിക് എലമെൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബുക്കിൽ അതുണ്ട്, അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി അല്ലേ? അല്ലെങ്കിൽ ERPനെ പറ്റി ചോദിച്ചാൽ കറക്റ്റായിട്ട് ബുക്കിലുണ്ട്. ഇവിടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്, അനലറ്റിക്കലും ഉണ്ട്. ഈ അനലറ്റിക്കലിൽ നമുക്ക് ഇൻഡയറക്റ്റ് മോഡിലല്ലേ ചോദ്യങ്ങൾ വരാം. അത് തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത്. നമുക്ക് ഇൻഡയറക്റ്റ് മോഡ് ചോദ്യങ്ങൾ വരും. നമുക്ക് ആ ചോദിച്ചിട്ടുള്ള ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. മേ ബി ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിരിക്കും പറയുക. ഇപ്പോൾ റിസർച്ചിനെ പറ്റിയിട്ടാവുമ്പോൾ റിസർച്ചിനെ പറ്റിയുള്ള ബേസിക് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ബുക്കിലുണ്ട്. ഇപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയൽ നോക്കി കാണാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തു എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുക? ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് വരാം. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എല്ലാതും മറ്റു വീഡിയോയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ അനലറ്റിക്കലിൽ കാണുന്ന ആ രീതിയിൽ തന്നെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ട് നമ്മുടെ അതിൽ ബുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്ക് കാണുമ്പോൾ നമുക്കത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റണോ അതിൻ്റെ കൺസെപ്റ്റ് അതിലുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രാക്ടിക്കൽ സിനാരിയോയിലത്തെ ഒരു ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതിന് ഇൻ്റർലിങ്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്യുവർ ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യമായിരിക്കും, ഡിറക്റ്റ് മോഡല്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് നിങ്ങൾ അറിയേണ്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞ 4ാമത്തെ പോയിൻ്റാണ്. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച എക്സാമിലത്തെ പോലെ ബൈ ഹാർട്ട് പഠിച്ചു പോയിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾക്കിത് എന്താ സംഭവം എന്നുള്ളത് അറിയണം. മനസ്സിലായോ? അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്കുണ്ട്, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വന്നു, നിങ്ങൾ ജസ്റ്റ് അതിലെന്ത് ചെയ്യുക, ഇതാണല്ലോ എന്ന് നോക്കുക. കൺസെപ്റ്റ് പിടികിട്ടിയെങ്കിൽ ആ കാര്യത്തെ, ആ ഒരു കൺസെപ്റ്റിനെ ഈ പ്രാക്ടിക്കൽ എക്സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് ഈ കാര്യം. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്കില്ലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. മറ്റ് സബ്ജക്റ്റുകളെ പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ അങ്ങനെയല്ല. ഫൗണ്ടേഷണൽ സ്കില്ല് ആ പേരിൽ തന്നെയുണ്ട്. മനസ്സിലാവുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ലാംഗ്വേജിൽ എഴുതാനുള്ളൊരു കഴിവ്, അത് നിങ്ങളുടെ ആ ഒരു എബിലിറ്റിയാണ് ആക്ച്വലി ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണിക്കേണ്ടത്. അതിന് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ അസൈൻമെൻറ്റൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അനലറ്റിക്കലിൽ അതാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കില്ല്, അതുപോലെ തന്നെ വൊക്കാബുലറി, ഇതൊക്കെ ഒരു ദിവസം കൊണ്ടാണ് ഉണ്ടാവുക. അല്ല, നിങ്ങൾ ഇത്ര നാൾ പഠിച്ച് അല്ല നിങ്ങളുടെ കഴിവ്, എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട
4 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് അങ്ങനെ ഇതുവരെ കഴിഞ്ഞ സബ്ജക്റ്റ് പോലെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ അത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻഡയറക്റ്റ് മോഡലായതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നാളെ മുതൽ തന്നെ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.